പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്കൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്ന് നടത്തിയതിനായി നന്ദി പറയുന്നു. അനർത്ഥം വരാതെ വണ്ണം ഞങ്ങളെ എല്ലാവരെയും നടത്തിയതിനെ ഓർക്കുന്നപ്പാ. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ അവിടുത്തെ ചിറകിൻ കീഴിൽ അണച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. നാഥാ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. നല്ല നിദ്ര തരണമേ അപ്പാ. ഉറക്കത്തിൽ ഒരു ദുർസ്വപ്നങ്ങളോ ഒരു അന്ധകാര ശക്തികളോ ഒരു പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ളവരെയോ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നവരെയോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയോ തൊടുവാനോ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നുകൂടുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് സംരക്ഷണം തരണം നാഥാ. രാത്രിയിൽ ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഒപ്പം അമ്മ മാതാവേ, ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായി ഈശോനാഥനോട് അപേക്ഷിക്കണം. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളിൽ ആരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളിൽ ഇന്ന് വന്നുപോയ ചെറുതോ വലുതോ ആയ സകല പാപവും ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുജലത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ആമേൻ. നമുക്കൊരു തിരുവചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 70-ാം അധ്യായം. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹ ഹ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ഞ കൊണ്ട് ശബ്ദരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവെ, വൈകരുതേ. ആമേൻ. വായിച്ചു കേട്ട വചനഭാഗം കിടക്കയിലിരുന്നു കൊണ്ട് ഒരു 5 മിനിറ്റ് നേരം ധ്യാനിച്ച് ഈശോയോട് നമ്മെ തന്നെ സമർപ്പിച്ച് കിടക്കാം. കിടക്കുന്നതിന് മുൻപ് കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കുക. നെറ്റിത്തടത്തിലും 3 തവണ കുരിശടയാളം വരയ്ക്കണം. ഓരോ കുരിശടയാളം നെറ്റിത്തടത്തിൽ വരയ്ക്കുമ്പോഴേ യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് വേണം എഴുന്നേൽക്കേണ്ടത്. ആമേൻ.